തികച്ച് ക്ഷണിക്കാൻ പറ്റില്ല. സോറി, തെറ്റിദ്ധരിക്കരുത്. ഇൻബ, ശ്രുതിയുടെ ഫ്രണ്ട് ഇൻബ ശേഖരൻ ഞാനാ. എന്ത് പെണ്ണാണോ? എക്സ്ക്യൂസ് മീ. ആദ്യം ഇവിടുന്ന് സ്ഥലം വിടണം. ശ്രുതി കാലത്തെ വിളിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ ഇന്ന് ഓഫീസിൽ ജോയിൻ ചെയ്യുന്നു. അതെ. ടീ? ഇല്ല, ശീലമില്ല. വളരെ നന്ദിയുണ്ട്. ഫസ്റ്റ് ഡേ ഓഫീസിലേക്ക് ഇത്രയും ലഗേജിനോടൊപ്പമാണോ പോണേ? റൂം കിട്ടിയതിനു ശേഷം ലഗേജ് വന്നെടുത്തോ. ഈവനിങ് ഞാൻ ഇല്ലെങ്കിലും അടുത്ത വീട്ടിൽ ആന്റിയുടെ കയ്യിൽ കീ ഉണ്ടാവും. ശരി, ഓക്കെ. ഇതാ എന്റെ ജോയിനിങ് ലെറ്റർ. നിങ്ങളുടെ പേര്? ശ്രീധർ. പുതിയ ആളാണല്ലേ? അതെ സാറേ. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് നിങ്ങളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യണം. സാർ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇവിടെ ക്യാൻറ്റീന് വല്ലതും? ഇറ്റ്സ് ഇൻ ഫസ്റ്റ് ഫ്ലോർ. താങ്ക് യു സാർ. മേഡം, മിൽക്ക് ഷേക്ക് മതിയോ? എന്തു ആടോ, നിങ്ങൾ ബ്രെഡ് ഓംലെറ്റിൽ ഉപ്പൊന്നും ഇടാറില്ലേ? ഉപ്പില്ലെന്നോ? ഇട്ടതാണല്ലോ സാർ. എവിടെ ഇട്ടിട്ടുണ്ട്? അതെ, ഞാൻ കരുതി ഞാൻ മാത്രമായിരിക്കും ഉപ്പില്ലെന്ന് പറഞ്ഞതെന്ന്. ദേ, ആ സാറിന്റെ ഓംലെറ്റിൽ ഉപ്പില്ല അത്രേ. ശരത്. ശ്രീധർ. സത്യത്തിലേ പുട്ട് തന്നെയാ സാറേ നല്ല ബ്രേക്ക്ഫാസ്റ്റ്. രാത്രി മുഴുവൻ ബാറിലും പബ്ബിലും അട്ടഹസിച്ചിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നുണ്ടോ? എവളുമാരൊക്കെ എന്തിനാ ചിരിക്കുന്നത്, എന്തിനാ കരയുന്നത് ആർക്കും പിടികിട്ടില്ല. ഒന്നിങ്ങോട്ട് വന്ന് എവളുമാരടുത്ത് നിന്നൊക്കെ രണ്ടടി മാറി നിൽക്കണം. ഇല്ലേലേ നമ്മുടെ ശമ്പളം മുഴുവന് എവളുമാരുടെ കോസ്റ്റ്യൂമായി മാറും. അത് കള. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? എന്റെ ഫ്രണ്ടിനെ വിശ്വസിച്ച് വന്നതാ. പക്ഷേ റൂം സെറ്റായില്ല. അയ്യോ, ഷെയർ ചെയ്യുന്നത് പോലെ വല്ല റൂം ഉണ്ടാവോ? അതല്ലേ ചോദിച്ചത്. ഞാനും റൂംമേറ്റിനെ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്തായാലും ഇന്ന് ഞാൻ ഹൗസ് ഓണറോടൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ നാളെ അങ്ങോട്ട് പോരെ. വളരെ നന്ദിയുണ്ട്. ഇതിനൊക്കെ എന്തിനാ താങ്ക്. ഗുഡ് മോർണിംഗ് ഫാദർ. എന്താ മോളെ മിനി, തിരക്കിലാണോ? ഒരുപാട് വൈകി ഫാദർ. ടീച്ചർ തന്നെ വൈകരുതല്ലോ. ദാറ്റ്സ് ഗുഡ്. ഗോഡ് ബ്ലെസ് യു. ബൈ ഫാദർ. ഇതിനു മുമ്പ് കുറെ പേരെ കണ്ടിട്ടുണ്ട്, പക്ഷെ പറയണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് പറയാൻ തോന്നൂടാ. എന്താ കാര്യം? ആ പെണ്ണ് സൈഡ് സ്റ്റാൻഡ് എടുക്കാതെ പോയിക്കൊണ്ടിരിക്കടാ. ഹലോ, സ്റ്റാൻഡ് തട്ട്. താങ്ക്സ്. ഹലോ, നിങ്ങളുടെ ആ സൈഡ് സ്റ്റാൻഡ്. അളിയ, നിനക്ക് നാണാവുന്നില്ലടാ. നാണം കെട്ടു പോയി. നോക്കുന്നടാ. പറയടാ. എടാ വിക്രം, MD കണ്ടുട്ടോ. അയാളെ സൈറ്റിൽ പോയിരിക്കുക. അയ്യോ, അവൻ എന്തിനാണ് അവിടെ പോയത്? ശരി, ഞാൻ നോക്കിക്കോളാം. മച്ചാനെ ഫോൺ വിളിച്ചേ. ആ തേർഡ് ഫ്ലോറിലുള്ള ഫ്ലാറ്റ് റെഡിയായോ? മോനെ, MT സാർ ഏത് ഫ്ലോറിലാ ഉണ്ടാവുക? MD
4th ഫ്ലോർ പോയിട്ട് ലെഫ്റ്റിൽ നോക്കിയാൽ മതി. ചേട്ടാ എന്താ ചേട്ടാ ഇത്രയും ദൂരം? മോനെ മെറ്റീരിയൽ ഇറക്കിയിട്ട് 2 മാസമായി. പേയ്മെന്റ് ഇനിയും കൈ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് MD ഒന്ന് കാണാൻ വന്നതാ. MD തന്നെ ചേട്ടനെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. എന്തിനാ മോനെ? അതൊന്നുമില്ല ചേട്ടാ, MDക്ക് കുറച്ചു ദിവസമായിട്ട് പണത്തിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ചേട്ടനെ കണ്ട സമയം ചോദിക്കാന്നിരിക്കായിരുന്നു. പക്ഷെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നവംബർ 26-ാം തീയതിക്കുള്ളിൽ ചെക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇയാൾ എന്താ ആലോചിക്കുന്ന അറിയില്ലല്ലോ. ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് MDനെ ഒന്ന് കണ്ടിട്ട് പോയാലോ? മോനെ നീ പറയുന്നുണ്ടല്ലോ 26-ാം തീയതി ചെക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്ന്. അന്ന് ഒന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ. ഞാൻ വരട്ടെ മോനെ. ഓക്കെ ഏട്ടാ. There is no man without badness and weakness. നകുലനും അതിൽ ഉൾപ്പെടുന്ന ആൾ തന്നെയാണ്. സംശയം കുറച്ച് കൂടുതലാണ്. നിരീശ്വരവാദിയല്ല. ആസ്ട്രോളജിയിൽ വിശ്വാസമുണ്ട്, ശകനം നോക്കുന്ന ശീലവുമുണ്ട്. പക്ഷേ ശകനം പോലും കുതിരയെ വെച്ചാണ് നോക്കാറ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഹോർസ് റേസിംഗ് ചെയ്ത പാരമ്പര്യം ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ട്. സ്വപ്നത്തിൽ പോലും കുതിര മാത്രമാണ്. റേസിൽ തന്റെ ഫേവറേറ്റ് കുതിര തോറ്റതുകൊണ്ട് 5 വർഷം റേസിൽ പങ്കെടുക്കാതിരുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന റേസിൽ തന്റെ കുതിര ബ്ലഡ് റെയിനെ കളത്തിലിറക്കി വീണ്ടും റേസ് കോഴ്സിൽ തലയുയർത്തി രാജാവിനെ പോലെ നടക്കണമെന്ന് ഒരാഗ്രഹം. റേസിൽ നമുക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് ഒരു കുതിരയുണ്ട്, പേര് മായ. ഓണറുടെ പേരെന്താ? ശർമ്മ. ബേസിക്കലി അവനൊരു ഹോഴ്സ് ട്രെയിനറാണ്. എനിക്കവനെ കാണണം. ബ്ലഡ് റെയിൻ ഓണർ നകുലൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. എപ്പോ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. മായ ഗെറ്റ് മീ സം വൈൻ പ്ലീസ്. Hi, how was the day? ഫൈൻ. ഇതെന്താ വീടിന്റെ നടുവിലിരുന്ന് വെള്ളടിക്കുന്നേ? നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുടിച്ചോളൂ. എനിക്ക് ശീലമില്ല, താങ്ക്സ്. തെറ്റായിട്ടൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവള് വെള്ളടിക്കുന്നത് വിട്ടിട്ട് എന്നെയും കൂടെ അടിക്കാൻ വിളിക്കുക വളരെ അത്യാവശ്യമാണല്ലോ. അവളെന്താ റൂമിലേക്ക് പോവാത്ത? ഇവിടെ തന്നെ ഫ്ലാറ്റായോ? ഫ്യൂച്ചറില് ആരാണ് അവ ചാവാൻ പോകുന്നത്?
നീ എവിടെ പോയതാ? ഓഫീസ് വർക്കാടാ. ഈ സമയത്തോ? ഉവ്വ ഉവ്വ. ഹായ്ഡാ. എന്താ ചേച്ചി? വണ്ടി പഞ്ചറായിന്നേ. ചേട്ടൻ പുറത്തു പോയിരിക്ക. ഞാൻ ഒട്ടിച്ചതേ അവിടെ എത്തുന്നതിന് മുമ്പ് വീണ്ടും പഞ്ചറാവും. ചേച്ചി വണ്ടി രാവിലെ എടുത്തോളൂ. രാവിലെ പറ്റില്ല, രാത്രി എടുത്തോട്ടെ. ആ ശരി ചേച്ചി, ഇവിടെ വെച്ചിട്ട് പോയിക്കോളൂ. രാത്രി എന്തായാലും ആ എടുക്കാമല്ലേ? തീർച്ചയായും. ഡവിക്കി, നിന്റെ സൈഡ് സ്റ്റാൻഡ് ആ പറയടി. പഞ്ചരകടലാണല്ലോ വന്നിരിക്കുന്നേ. വരുന്ന വഴിക്ക് വണ്ടി പഞ്ചറായിടി. ഞാൻ എന്ത് ചെയ്യാനാ? ക്ലാസ് കഴിഞ്ഞ് വന്നതാ. വണ്ടി പഞ്ചറാവുന്ന എനിക്കറിയോ? അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബസ് വരുമോ എന്ന് ചോദിക്കും. ലാസ്റ്റ് ബസ് വരാറായോ? ലാസ്റ്റ് ബസ് വരും. വരാനുള്ള സമയ. മനസ്സിലാവുന്നുണ്ട് അളിയാ, നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഇവൻ എന്തേ പറയുന്നേ? ലാസ്റ്റ് ബസ് പോയല്ലോ. എടാ, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ചോദിച്ചു, വരുമെന്നാ പറഞ്ഞത്. അടുത്തുള്ള ആളോട് തന്നെ. എന്താ? നീ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, നിന്നെ പഞ്ചാരടിക്കുന്നുണ്ടെന്നോ. എന്താടി നോക്കുന്നുണ്ടോ? അതേടി. നിന്നെ ചതിക്കായിരുന്നു. ഇനി ബസ് വരില്ല. അതെന്താ? ഓട്ടോ കിട്ടി പിടിച്ച് വീട്ടിൽ വാ. വരാനാ പറഞ്ഞത്. ബസ് വരുമോ ഇല്ലയോ? ബസ് വരില്ല, ഫ്ലൈറ്റ് വേണേ വരും. ശങ്കർ എവിടെയുള്ള? ഓട്ടോ. ഒരു മിനിറ്റ് വിക്കി, നീ വരുന്നില്ലേ? നിനക്ക് ഓട്ടം കിട്ടിയില്ലേ? നീ ചെല്ല്. ഓട്ടോ ഒന്നും വേണ്ട ചേട്ടാ, അവര് ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുക. ചേട്ടൻ വണ്ടി വിട്ടോ. ഞാനെങ്ങനെ ഇവിടെ എത്തി? സോറി, എനിക്ക് ഉറക്കത്തിൽ ഉരുളുന്ന സ്വഭാവമുണ്ട്. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. പ്ലീസ് തെറ്റിദ്ധരിക്കരുത്. ഇതുപോലെ ഞാൻ അടുത്തുവന്ന് കിടന്ന് അറിയാതെ കിടന്നാന്ന് പറഞ്ഞാലേ സമ്മതിക്കോ? അപ്പൊ ഞാൻ വേണമെന്ന് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് കിടന്നു എന്നാണോ പറയുന്നേ? അത് നിങ്ങളല്ലേ പറയണ്ട. വെള്ളം കുറച്ചല്ലേ അടിച്ചോളൂ. വെള്ളോ? ഡോ, അത് ഹാപ്പി ആയിരുന്നു. എന്നെ കണ്ടിട്ട് വെള്ളം അടിക്കുന്നവളെ പോലെ തോന്നുന്നുണ്ടോ? നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. തെറ്റ് ചെയ്തത് നിങ്ങളാ. കണ്ടാ ഞാൻ തെറ്റ് ചെയ്ത പോലെയാണല്ലോ സംസാരിക്കുന്നേ. അപ്പൊ ഞാൻ അറിഞ്ഞോണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് കിടന്നു എന്നാണോ പറയുന്നേ? എന്നോട് ചോദിച്ചാ അത് നിങ്ങൾക്കല്ലേ അറിയൂ. ഇത്ര ചീപ്പായിട്ട് വിചാരിക്കുന്ന ഒരാള് ഇനി ഒരു സെക്കൻഡ് പോലും ഇവിടെ താമസിക്കരുത്. ഹലോ, നിങ്ങൾ പറഞ്ഞാലും ഞാനിവിടെ ഇരിക്കില്ല. എന്നെ പോലെ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്ന് കിടക്കാൻ നിങ്ങൾ ഗന്ധർവനൊന്നും അല്ല. ഈ അസമയത്ത് ഒരു പെൺകുട്ടി വെക്കറ്റ് ചെയ്താലും ഒരു ആൺകുട്ടി വെക്കറ്റ് ചെയ്താലും മറ്റുള്ളവർ എന്തൊക്കെയാ പറയാന്നറിയോ? ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളൊന്നും ചെയ്യണ്ട സാർ. എനിക്കുണ്ടാവുമ്പോ ഒന്ന് പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞതാ. പ്രശ്നം ഉണ്ടാവും. തെറ്റായിട്ട് എന്നെ സംസാരിക്കൂ. അതൊക്കെ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് കിടക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. നിങ്ങളൊരു സോറി പറയുമ്പോഴേക്കും പല്ലിടിച്ച് വരുന്ന ആളല്ല ഞാൻ. ഇതെങ്ങനെ എന്റെ ബാഗിൽ വന്ന?
എങ്ങോട്ടാ പോണേ? ഞാൻ എവിടേക്കെങ്കിലും പോവും. നിങ്ങൾ എങ്ങോട്ട് വേണേലും പോയിക്കോ. നിങ്ങളോട് ആരും ഒന്നും പറയില്ല. പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇറക്കി വിട്ടാ എലിയെ പിടിച്ചോണ്ട് പോയിക്കോ. എന്താ പറഞ്ഞ നിങ്ങളുടെ ബാഗിൽ നിന്നല്ലേ എലി ചാടിയത്? വെള്ളം അടിച്ചെന്ന് പറഞ്ഞതും പോരാ, എലി എവിടെ ഇറക്കി വിട്ടിട്ട് പോവല്ലേ? അല്ല, നിങ്ങളുടെ പ്രശ്നം എന്താ? ചാടിപ്പോയി എലിയെ പിടിച്ചിട്ട് പോണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. വേഗം പിടിച്ചോണ്ട് പോ. What if it's bad? What if it's too damn? What if it's like Domitory bad? What if this little road runner could get real dangerous to deal in a sack? What if it's evil? Was it a demon? What if it's this wall? She's gonna be stolen. Running here and it's a driving a terror. Checking what's the water, giving you fear. Look at it fade and the chase is insane. Look at it fade and the chase is insane. പടപടച്ച പെണ്ണിൻ കൂടെ ഇന്ന് ചേർത്തൊരണ്ടവാ, എലി തുറന്ന ജീവിതത്തിൽ എരിവ് മാറ്റിക്കൊണ്ടുവാ. വീടിനുള്ളിൽ എവിടെയാണോ ഒളിച്ചിരുമ്പു മൂഷിക, വിഫല വിദ്യ പലതിലും കുടുങ്ങിടാത്തതെന്തടാ. കുനിഷ്ടു പൂച്ച പോൽ മണം പിടിച്ചു നോക്കി ഞാൻ, അനിഷ്ട ജന്തുവിൻ കെണിയൊരുക്കി ഞാൻ. ഇരുട്ടു റൂമിനുള്ളിൽ മുട്ടിൽ നീന്തി നോക്കി ഞാൻ, മുരട്ടു കാള പോലെ ഓടിപ്പോയവൻ. ഗജമുഖനെ ഗജമുഖനെ നിൻതോഴൻ തരും പ്രശ്നമില്ല. ഗജമുഖനെ ഗജമുഖനെ കൈകൾ കൂപ്പിടാം, ഹെൽപ്പ് മീടാ. എടാ, ഇവനെന്താടാ കാലും നിലത്ത് തൊടാണ്ട് നിൽക്കുന്നേ? എടാ മച്ചു, പഞ്ചർ കടന്ന് ലീവാ. പോകുന്ന പോക്കുണ്ടോ? ഹായ്. എന്ത് ഹായ്? ലാസ്റ്റ് ബസ് വരൂന്ന് പറയാൻ പോവാണോ? അല്ല, അത് വെറുതെ. സോറി. എന്ത് ചുമ്മാ? ലേറ്റ് നൈറ്റിൽ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നിന്നാ വായി നോക്കി അവിടെ അങ്ങ് നിന്നോളൂ. സോറി പറഞ്ഞ എല്ലാം ശരിയാവോ? ഓട്ടോ ഓട്ടോയിൽ കയറിയോടാ, എന്തെങ്കിലും ചെയ്യ്. നീ സൈറ്റ് അടിച്ചില്ലേ? എന്താ ചോദിച്ചേ? നീ എന്നെ സൈറ്റ് അടിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സൈറ്റ് അടിച്ച കാര്യം നിനക്കെങ്ങനെ അറിയാനാ? അപ്പോ ഞാൻ സൈറ്റ് അടിച്ചെന്നാണോ പറയുന്നത്? അത് ഓട്ടോ പോയി. ഓട്ടോ ഇന്നലെ നിങ്ങൾ എന്നെ പ്രശ്നം, ഇന്നും നിങ്ങൾ എന്നെ പ്രശ്നം. ഇന്നലെ ഞാൻ കാരണം എന്ത് പ്രശ്നം ഉണ്ടായി? ഒരു ഓട്ടോ വരുത്തിപ്പിച്ചിട്ട് സേഫായി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല. ഇന്ന് ഓട്ടോ മിസ്സായത് നിങ്ങൾ കാരണോ? ഓക്കെ, ഇന്ന് ഓട്ടോ മിസ്സാവാൻ ഞാനാണ് കാരണം. ഞാൻ വേണമെങ്കിൽ ഒരു ഓപ്ഷൻ പറയട്ടെ. എന്ത് ഓപ്ഷൻ? ഞാൻ വേണമെങ്കിൽ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. ശരിയായ സമയത്താടാ മച്ചു അവൻ പൂട്ടിട്ട്. എവിടെയാ പോണ്ട മോളെ? ഓട്ടോ കാഞ്ചീപുരത്തേക്ക് പോവോ? കാഞ്ചീപുരത്തേക്കോ? പോവില്ലല്ലോ. ഒരിക്കലും വരില്ല. നിനക്ക് ഓട്ടോ അല്ല വേണ്ടത്. ലിഫ്റ്റും കൂടി ഗിഫ്റ്റായി മാറും കൂട്ടായി നീയാണെന്നാലേ. ലെഫ്റ്റും റൈറ്റും കിക്കർ ഗിയറും എല്ലാം മെല്ലെ മറന്നേ ഞാൻ. തന്റെ പേര്? വിക്രം. മൊബൈൽ നമ്പർ? 9841066456. എന്താ ചെയ്യുന്നത്? തന്റെ പേരും മൊബൈൽ നമ്പറും എന്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തതാ. എന്തിന്? നമ്മൾ എവിടെയാ ഉള്ളതെന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നത് സേഫ് ആണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. രാത്രി 10 മണിക്ക് ശേഷം ഒരു പയ്യന്റെ കൂടെ ബൈക്കിൽ പോകുമ്പോ പോലീസുകാര് വന്ന് പേരെന്താന്നൊക്കെ ചോദിച്ച് അറിയില്ല എന്ന് പറഞ്ഞാ അത് തെറ്റായിരിക്കും. ഞാൻ
ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടില്ല. നമ്മളെ ആരും തെറ്റിദ്ധരിക്കാനും പാടില്ല. ഓ എന്നും നിനക്കായി വഴിയിൽ തുണയായി വരുവാനായി കൊതിയേറെ. ഓ പഴയ വഴിയിൽ പുതിയ നിഴലായി കൂട്ടുകൂടാം ഞാൻ. രാത്രിയെ നേരം നാം യാത്ര പോകുമ്പോൾ ഒരു കാറ്റു പോലെ നാം ഓ ഓ എവിടെ? ചർച്ചിലേക്കോ? എന്റെ വീട് ഈ സ്ട്രീറ്റിലാ ഉള്ളത്. താങ്ക്സ്. എന്തിന്? ചർച്ചിലേക്ക് വന്നതാണെന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. പക്ഷെ വീട് ഇവിടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ലേ? ഇത്രയും ദൂരം വന്ന് ഡ്രോപ്പ് ചെയ്തില്ലേ? നിങ്ങളോട് കള്ളം പറയണ്ടെന്ന് വിചാരിച്ചു. താങ്ക്സ്. ഹലോ, ഇതെന്താ അങ്ങനെ പോയി കളഞ്ഞ്? ആരാന്ന് പോലും അറിയാത്ത ഒരു പയ്യന്റെ കൂടെ വന്നതിന് ഒരു സേഫ്റ്റിക്ക് എന്റെ നമ്പർ വാങ്ങിച്ചു വെച്ചു. ഞാൻ ആരാന്ന് അറിയാത്ത ഒരു പെണ്ണിനെയാണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. നാളെ എനിക്ക് എന്തെങ്കിലും എൻക്വയറി വരികയാണെങ്കിലോ ഞാൻ എന്ത് ചെയ്യാനാ? പേരെന്താ? മിന്നി. നമ്പർ എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ. 9790444543. ഹലോ, ഞാനൊന്ന് പറഞ്ഞ ദേഷ്യപ്പെടില്ലല്ലോ? ദേഷ്യപ്പെടണമെങ്കിൽ നമ്പർ ചോദിക്കുമ്പോ തന്നെ ദേഷ്യപ്പെടണമായിരുന്നു. കുഴപ്പമില്ല, പറഞ്ഞോ. എന്റെ ലൈഫില് പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ആ പെണ്ണിനെ കണ്ടത്. അവള് ബൈക്കില് സൈഡ് സ്റ്റാൻഡ് ഇടാതെ പോകുന്നത് കണ്ടു. അത് പറയാൻ വേണ്ടി ഫോളോ ചെയ്യുമ്പോൾ അവൾ അതിനുള്ളിൽ ആ സൈഡ് സ്റ്റാൻഡ് ശരിയാക്കി. പക്ഷെ അതേ പെണ്ണ് എന്റെ ബൈക്കിൽ കയറിയിരുന്ന് എന്റെ സൈഡ് സ്റ്റാൻഡ് ശരി ചെയ്യാൻ പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ വർക്കൗട്ട് ആയോ? എന്താ കളിയാ ഒരു അവിഞ്ഞ ചിരിയൊക്കെ? നീയും ഞാനും ചേർന്നേ പോകും പാതയെല്ലാം പൂക്കൾ ചൂടും. പക്കം നീയോ നിൽക്കും നേരം ദുഃഖം എല്ലാം പോകും ദൂരം. എന്നിൽ നീയാം സ്വപ്നം എല്ലാം ഭൂഗോളം പോൽ ചുറ്റുമ്പോൾ പിന്നെ നിന്നെ കണ്ടാൽ പിന്നെ എല്ലാം എല്ലാം മായുന്നേ. പുഴനെയ്യും ഇടനെഞ്ചിൻ പുളകം പോലെ എന്നാശക്കടലെല്ലാം കര തേടവേ. നിന്നാലെ ഉടലെല്ലാം ചിറകാകവേ ഉലകം മറന്നേ. സ്വയം സ്നേഹിക്കുക എന്നതുപോലെ എല്ലാവരെയും സ്നേഹിക്കുക എന്നത് യേശുവിന്റെ ഇച്ഛയാണ്. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. സ്നേഹമാണ് വെജിറ്റേറിയൻ അല്ലേ? അല്ല, അത് രണ്ടും കഴിക്കുമല്ലോ. എങ്ങനെ തുടങ്ങണമെന്ന് അറിയുന്നില്ല. ഒരു സോറി പറഞ്ഞാലോ?
ഇൻബ, ആ ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. 1 സെക്കൻഡ്. ഇൻബാശേഖരൻ, ഒരു കൊറിയർ ഉണ്ട്. താങ്ക് യു. ബാങ്കിൽ നിന്നാണല്ലോ. ദിസ് ഇസ് ഫൈനൽ നോട്ടീസ്. ലോൺ amount 45 lakhs. 26 നവംബറോ? റേച്ചൽ, എന്താടി? ബാങ്കിൽ നിന്ന് ലെറ്റർ വന്നിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ലാസ്റ്റ് ഡേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ശരി, നീ ഓഫീസിലേക്ക് വാ, നോക്കാം. ഓക്കെ ഡി. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വല്ല അർജന്റ് ആണെങ്കിൽ കോൾ ചെയ്യാലോ, അതുകൊണ്ടാ. ബൈ. ഓ, ഇതിന് കുടുങ്ങാൻ കണ്ടൊരു സമയം. സിബിടെ സാർ ഗസ്റ്റാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ സിബ് ഇടുന്നത് വരെ എത്തിയല്ലോ. സാർ, അവളില്ലെങ്കിൽ ഞാൻ ചത്ത് കളയും സാർ. അത്രയ്ക്ക് സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പോയി വേറെ വല്ല ജോലി നോക്കടാ. എന്താ സാറേ, സംസാരമൊക്കെ മാറുന്നല്ലോ. എന്തേ, വർക്കൗട്ട് ആയതിന്റെ ഹുങ്കാണോ? അതേടാ, നിനക്കെന്താ? ഇഷ്ടപ്പെടാത്ത പെണ്ണിന്റെ പിന്നാലെ നടന്ന എന്താ പറയാന്ന് അറിയോ നിനക്ക്? ഓ, അങ്ങനെ എന്താ പറയാ? പെണ്ണ് പിടിയെന്ന് പറയോടാ. എടാ, എന്നെയാണോടാ പെണ്ണ് പിടിയാന്ന് വിളിക്കുന്നേ? ഡാ പന്നി, വേണ്ടട്ടാ. ഡാ, എന്നോട് കളിച്ചാലുണ്ടല്ലോ നിന്റെ കഴുത്തറുത്ത് കൈ തരും ഞാൻ. ഡാ, എന്താ 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 എന്നെ അടിക്കാൻ വരികയാണോ നീ? എന്റെ ദേഹത്തെങ്ങ കൈവച്ചാലുണ്ടല്ലോ പിന്നെ വിവരറിയും നീ. നീ എന്താ ലോക്കലാണെന്ന് കാണിക്കാൻ പോവുക? അതൊന്നും നിനക്ക് ഒരിക്കലും ചേരാൻ പോകുന്നില്ലടാ. മത്തങ്ങ പോലത്തെ തലയും വെച്ചിട്ട് പൊഞ്ച് ഡയലോഗ് പറയാ. പെണ്ണുപിടിയൻ എന്ന് പറഞ്ഞോ? അതേടാ അളിയാ. കറക്റ്റ് അളിയാ പറഞ്ഞത്. ആരടവൻ? ഇതന്നെ ലെവനും ചോദിച്ചേ. അപ്പൊ അവൻ പെണ്ണുപിടിയൻ എന്ന് പറഞ്ഞു. അവനെ പറഞ്ഞാലും നമ്മളെ പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. എവിടുന്ന് വന്നിട്ട് ആരാ മച്ചനെ അവൻ? മോളിൽ പോയിരിക്കുവാ, ഇപ്പൊ താഴോട്ട് വരും. അളിയാ, ഇതാ വരുന്നുണ്ട്. Bring it on, bring it up, give me some right now. Bring it on, bring it up. നീ എപ്പോഴാ ചെന്നൈ വന്ന്? 10 days ആയടാ. 10 ദിവസമായിട്ട് ഇവിടെയാണോ ഉള്ളത്? അതേടാ. അതൊക്കെ പോട്ടെ, നീ അത് പെണ്ണിന്റെ കൂടെയാണെന്ന് പറഞ്ഞല്ലോ. ഏ? കോളേജിൽ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോ തന്നെ സെമിസ്റ്റർ തന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഓടിപ്പോനല്ലോ നീ. നീ എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ കൂടെ? എടാ, പറഞ്ഞു തരാടാ. ശരി മച്ചാനെ, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യ. അതാണ് ദാസ്. ഹായ്. ഇത് വിജയൻ. ഹലോ ബ്രോ. ഇവന്റെ പേര് രാജു. ഇവൻ എന്റെ കോളേജ് ഫ്രണ്ട് ശ്രീധർ. എടാ, ഇവനൊക്കെയാണോ നിന്റെ ഫ്രണ്ടാ? അതെന്താടാ? ഒരുപാട് ടോർച്ചറിങ് ആടാ. എന്തിനാടാ അവനെ ടോർച്ചർ ചെയ്യുന്നേ? അല്ലടാ, ഒരു പെണ്ണിന് ഇഷ്ടമല്ലാതെ ആ പെണ്ണിന്റെ പുറകെ പോയാ അവനെ വായി നോക്കിന്ന് പറയാതെ വേറെന്താടാ പറയാ? ശരി, അതൊക്കെ വിട്ടേക്കും മച്ചാൻ. ഓഫീസിൽ പോകാൻ സമയമില്ല, നീ പോ. പിന്നെ വേറെന്തൊക്കെയാടാ? അതൊക്കെ വിട്ടേക്ക്. ഇന്ന് എനിക്ക് ഓഫീസിൽ ലീവാ. ഷോപ്പിംഗ് മോളിലേക്ക് വരുന്നോ? എനിക്കും വരണമെന്നൊക്കെ ഉണ്ട് മച്ചാന്. നീയും ഞാനും ചേർന്ന് കോളേജിൽ ചുറ്റാത്ത ദിവസം വരുന്നുണ്ടോ? ഇല്ലേ?
മച്ചാനെ സത്യമായിട്ട് പറയാണ്, ഇപ്പൊ അർജന്റ് ആയിട്ട് ഒരു വർക്ക് ഉണ്ട്. ഈവനിങ് തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാം. തെറ്റുവരക്കില്ലടാ പ്ലീസ്. എന്നാ വിട്ടേക്കടാ. ഓക്കെ ബൈ. ഹലോ, പറയൂ ജോണേ. ബോസ് ഒന്ന് ഫ്രീ ആണ്. നകുലൻ സാറിന് ഓക്കെ ആണെങ്കിൽ ഇന്ന് വൈകിട്ട് ക്ലബിൽ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ ബൈ. എടാ എവിടേക്കാ പോകുന്നത്? പറയടാ. ഇത് മൈക്രോഫോൺ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റർ ആണ്. 500 മീറ്റർ വരെയുള്ള ഫയൽസ് റിസീവ് ചെയ്യും. ഇത് മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതെന്തിനാടാ നിനക്ക്? പറയാം. ശരി മച്ചാനെ, നീ പോയിക്കോ, എനിക്കൊരു ജോലിയുണ്ട്. എടാ, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ബഗ് ഡിവൈസ് എന്തിനാ നിനക്ക്? ബാങ്കിൽ എങ്ങനെ ഇത്രയും കോൾ നിനക്ക് വരുന്നത്? ചോദിക്കുന്നത് കേട്ടില്ലേ? കാശ് എവിടെ? ഇപ്പൊ നിനക്ക് എന്താ? കാശ് എവിടെ വിട്ടെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. സ്വാർത്ഥതയോട് കൂടി ഓടുന്ന റേസ് കുതിരയുടെ മേലെയാണ് ഞാൻ കാശ് വിട്ടത്. അവസാനമായിട്ട് ഞാനിതിൽ വിട്ട കാശ് മാത്രം 27 ലക്ഷം രൂപ. റേസിൽ വിൻ ചെയ്യുന്ന കുതിരയെ കണക്കിടുന്ന ഒരു സ്കില്ലായതുകൊണ്ട് മാത്രമാണ് ഈ റേസ് ഇപ്പോഴും ലീഗലായിട്ട് വെച്ചിരിക്കുന്നത്. റേസിനെ ഞാൻ വെറും ലക്കായിട്ട് കാണുന്നില്ല, ഒരു കാൽക്കുലേഷൻ ആയിട്ടാണ് കാണുന്നത്. ഓരോ പ്രാവശ്യം തോക്കുമ്പോഴും എന്റെ കാൽക്കുലേഷൻ റോങ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല കാരണം. ഇതിന്റെ പുറകിൽ വേറെന്തോ ഉണ്ടെന്ന് വളരെ വൈകിയാ മനസ്സിലായത്. ഞാൻ റേസ് കോഴ്സ് ടോയ്ലറ്റിൽ പോയപ്പോ മൈക്കിൾ രാജ്, ഫസ്റ്റ് ടൈം ഷർമിയെ ഞാൻ അവിടെ വെച്ചാണ് കണ്ടത്. നിന്റെ കുതിരയുടെ ജീവനും എന്റെ ജീവനും ഒരുപോലെയാണോ? ഇറ്റ്സ് നോട്ട് എ ഗെയിം മൈക്കിൾ, ഇറ്റ്സ് എ റേസ്. ഇവിടെ വിന്നിംഗ് മാറ്റർ മാത്രമേ ഉള്ളൂ. ആവശ്യം വന്ന നിന്നെ കൊല്ലാനും മടിക്കില്ല. എനിക്ക് കുറച്ച് സംസാരിക്കണം, അത് എന്റെ സ്ഥലത്ത് അയാളോട്. അന്ന് നടന്ന റേസിൽ ലാസ്റ്റ് മിനിറ്റിൽ ടസ്കാന കുതിര ഓടാത്തതിനും ശർമ്മ മൈക്കിൾ രാജ് പ്രശ്നത്തിനും ലിങ്ക് ഉണ്ടായിരുന്നു. ശർമ്മയുടെ കുതിരയാണ് ആ റേസിൽ ജയിച്ചത്. റേസ് കോഴ്സ് അല്ലെങ്കിൽ ഈ ക്ലബ്, ഇതാണ് ശർമ്മയുടെ ലോകം. അവിടെ ഞാൻ മൈക്കിൾ രാജിനെ കണ്ടു. മൈക്കിൾ രാജയുടെ കുതിര ടസ്കാനെ ഷൂട്ട് ചെയ്തത് ശർമ്മയാണെന്നും വിൻ ചെയ്യാൻ പോകുന്ന കുതിര ആദ്യം തന്നെ ഡിസൈഡ് ചെയ്ത് അവിടെ ഫിക്സിംഗ് നടന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഫിക്സിംഗിൽ രണ്ടുപേർക്കും പ്രശ്നമുണ്ടായിരുന്നു. എന്ത് പ്രശ്നം? റേസിൽ ഓടേണ്ടിരുന്ന എന്റെ കുതിരയെ സ്റ്റേബിളിൽ വെച്ച് ഷൂട്ട് ചെയ്തു. അതിന് എന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടില്ല നീ. പേടി, നിന്റെ കുതിര തോറ്റു പോകുന്നുള്ള പേടി. മൈക്കിൾ രാജ്, അത് മാത്രമല്ല, നവംബർ 26 നടക്കാൻ പോകുന്ന റേസിൽ ജയിക്കാൻ പോകുന്ന കുതിരയ്ക്ക് കിങ് ഓഫ് റേസിംഗ് ഹോഴ്സ് എന്ന മെഡൽ മാത്രം കിട്ടുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ജയിച്ച കുതിരയ്ക്ക് ഇന്ത്യയിൽ നടക്കുന്ന ഇന്റർനാഷണൽ റേസിൽ ഫിക്സിങ്ങിനെ സംബന്ധിച്ച് ആ കുതിരയെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിന്റെ മതിപ്പ് 4 കോടിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. റേസിനുള്ള ഏതെങ്കിലും ഒരു ക്ലൂ ആ ക്ലബിൽ കിട്ടുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആ വോയിസ് ബഗ് അവിടെ ഫിക്സ് ചെയ്തതാ. വെൽക്കം സർ. ശർമ്മ, പ്ലീസ്. നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. 5 വർഷം മുമ്പ് ഈ ഫോഴ്സിൽ ഒരു പ്രധാന കക്ഷിയായിരുന്നു നിങ്ങൾ. ഇപ്പൊ എന്നെ തേടി വരാൻ കാരണം സാഹചര്യം. നിങ്ങൾ ഏത് ടൈപ്പാ സാറേ? കുതിരയെ പോലെയാണോ അതോ ലയണിനെ പോലെയാണോ? ഞാൻ കുറച്ച് ഓപ്പൺ ടൈപ്പാ. ആദ്യം ചെറിയൊരു കഥ പറയാം, അതിനുശേഷം ചെറിയൊരു ക്വസ്റ്റ്യൻ. അതിന് മറുപടി പറഞ്ഞാ നിങ്ങളുടെ ടൈമും വേസ്റ്റ് ആവില്ല, വന്ന് ജോലിയും തീർക്കാം. ശവപ്പെട്ടി ഉണ്ടാക്കുന്ന ഒരുത്തൻ ഒരു എലിയെ വളർത്തി. ആ എലിക്ക് അയാൾ വോൾട്ടർ എന്ന് പേരിട്ടു. അതേ തെരുവിലൊരു പൂച്ചയുണ്ടായിരുന്നു. പക്ഷെ ആ പൂച്ചയ്ക്ക് പേര് അയാൾ ഇട്ടില്ല. അത് വെറും സ്ട്രീറ്റ് ക്യാറ്റാ. ഒരു ദിവസം വോൾട്ടറിന്റെ മണം പിടിച്ച് പൂച്ച വീട്ടിലേക്കെത്തി. പക്ഷെ എലി കൂട്ടിനുള്ളിൽ സേഫ്. പൂച്ചയെ കൊണ്ട് എലിയെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല.
ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, കൂട്ടിനുള്ളിൽ സേഫായിരുന്ന എലിയാണോ വലുത്, അത് എലിയുടെ മണം പിടിച്ചു ചെന്ന പൂച്ചയാണോ വലുത്? പൂച്ച. Then I am the rat. എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? നവംബർ 26 കുതിരപ്പന്തയത്തിൽ എന്റെ കുതിര ബ്ലഡ് ഡ്രെയിൻ പങ്കെടുക്കുന്നു. എന്റെ കുതിരയെ ആർക്കും തോൽപ്പിക്കാനാവില്ല, എക്സെപ്റ്റ് നിന്റെ കുതിര മായയെ ഒഴിച്ച്. ഇപ്രാവശ്യത്തെ ടൈറ്റിൽ വിന്നർ ബ്ലഡ് ഡ്രെയിൻ ആയിരിക്കണം. അതിന് നിങ്ങളുടെ കുതിര മായയെ വിട്ടുതരണം. വിട്ടു എന്നാൽ എനിക്കെന്താ തരിക? എത്ര വേണം? 5 into 10, 50 lakhs. ചെക്ക് വേണ്ട, കാശായിട്ട് മതി. ഇതുപോലെയുള്ള ഡീലിനെല്ലാം കൺമുന്നിൽ കാശ് കണ്ടാലേ വിശ്വാസം വരികയുള്ളൂ. പണമായിട്ട് തരാം. ഗിണ്ടിയിലുള്ള ഫിസ് ഗാർഡൻ റെസ്റ്റോറന്റിലേക്ക് വന്നേക്ക്. മായക്കുതിരയ്ക്ക് വില ഫിക്സായി. കോടിക്കണക്കിന് പണം മറയുന്ന റേസില് ഏത് കുതിരയാണ് ജയിക്കാൻ പോകുന്നതെന്ന കാര്യം 350 രൂപ ബഗ് ഡിവൈസ് കൊണ്ട് ഞാൻ അറിഞ്ഞു. അപ്പോ ബ്ലഡ് ഡ്രെയിൻ ആണോ ജയിക്കുക? ശർമ്മയുടെ കയ്യിൽ പണം എത്തിയാൽ ഷുവറായിട്ട് ബ്ലഡ് ഡ്രെയിൻ ആയിരിക്കും ജയിക്കുക. ചേട്ടാ സാർ 1000 രൂപയ്ക്ക് അടിച്ചോളൂ. ടാങ്ക് തുറക്ക് സാറേ. സാറേ ഡിക്കിയല്ലേ, ടാങ്ക് ഓപ്പൺ ചെയ്യേ. പിടിച്ചോളൂ. താങ്ക് യു സാർ. സാറേ പാല്. എന്തോന്ന് പാലോ? അതെ സാറേ. ആരാ പറഞ്ഞേ? ഇവിടെയല്ല, പോ. സോറി സാറേ. സാറേ നിങ്ങളല്ലേ പാല് ചോദിച്ചേ? യാ. ഞാൻ ഇൻബയാണ്. ആ പറയൂ. കീ ആന്റിയുടെ കയ്യിൽ കൊടുക്കാതെ എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. ഇല്ല, തൊട്ടടുത്തൊരു കോഫി കുടിക്കാന്ന് പറഞ്ഞ് വന്നതാ. ഒരു 5 മിനിറ്റിൽ വന്നേക്കാം. ഓക്കെ. എടാ, ഏതാടാ അവൻ? ഈ വയസ്സിലും പാലാണല്ലോ കുടിക്കുന്നേ. ആ പറയട്ടാ. റെസ്റ്റോറന്റിലാണോ ഉള്ളത്? അതേട്ടാ. അവിടെ തന്നെ ഇരിക്കണ്ട, പെട്ടെന്ന് പുറപ്പെട്ട് സ്റ്റേബിളിലേക്ക് വാ. ശരിയേട്ടാ, എത്തിയേക്കാം. ഡാ, എണീക്ക്, പോ. എടാ എവിടേക്കാ പോകുന്നേ? ഇപ്പൊ എന്താണ് ചെയ്യാ? എടാ, പോലീസ് വരുന്നു. അകത്ത് പോയി നോക്ക്. റെസ്റ്റോറന്റ് വന്നോ സാറേ? കഴിക്കാൻ വന്നാ? നിന്റെ പേര് തേജ എന്നല്ലേ? വന്നിട്ടുണ്ടോ നോക്ക്. ആ പുറകിലെ ഗേറ്റിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യേ.
എന്റെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തു. ഇപ്പൊ എന്താ ചെയ്യാ? ഒരു ബന്ധമില്ലാത്തൊരുത്തൻ കാശും കൊണ്ട് പോയില്ലേ? വണ്ടി നമ്പർ നോക്കിയിരുന്നോ? TN45AP1116. ഡാ ഞാൻ പറഞ്ഞു നിൽക്ക്. കാർ റൈറ്റിലേക്ക് പോവാണെങ്കിൽ നമ്മുടെ ജവഹർ സ്ട്രീറ്റ് അല്ലെങ്കിൽ ദേവേന്ദ്ര സ്ട്രീറ്റ് വഴി പാർക്ക് വഴിയാണ് പുറത്തേക്ക് വരിക. നീ പാർക്കിന്റെ എൻട്രൻസ് തന്നെ വെയിറ്റ് ചെയ്യും. കാർ കണ്ടുകൊണ്ട് എന്നെ വിളിക്കും. ഡാ സപ്പോസ് കാർ ലെഫ്റ്റിൽ പോവാണെങ്കിൽ KK നഗർ വഴി പോയി ടെലിഫോൺ എക്സ്ചേഞ്ച് വഴിയാണ് പുറത്ത് വരിക. നീ ടെലിഫോൺ എക്സ്ചേഞ്ചിന് പുറത്ത് വെയിറ്റ് ചെയ്യും. കാർ കണ്ടു വിളിക്കും. ശരി. പറയൂ. നിങ്ങളുടെ ആളുകളാരെയും കാണുന്നില്ലല്ലോ. കാശും ഇതുവരെ കിട്ടിയിട്ടില്ല. പണമല്ലേ വരും. ഞാൻ പറഞ്ഞില്ലേ കാശ് കണ്ടാൽ മാത്രമേ വിശ്വാസമാവുള്ളൂ. ഞാൻ പറഞ്ഞതിപ്പോ ശരിയായില്ലേ? പണം നിനക്ക് കാണണം, അത്രയല്ലേ ഉള്ളൂ. പണം നിന്നെ തേടി വരും. ഞാൻ വെയിറ്റ് ചെയ്യാം. $79.5 seconds, sir. Physically fit for the race, sir. Wow, good timing. 1 minute. I'll be back. ഗുഡ് ഈവനിങ് സർ. ക്രൈം ബ്രാഞ്ചിലേക്ക് ആരാണ് ഇൻഫോം ചെയ്തതെന്നറിഞ്ഞു? സർ അന്വേഷിക്കുന്നുണ്ട് സർ. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വിവരം കിട്ടും സർ. പണത്തോടുകൂടി പോയ പിള്ളേർ ഇനിയും വന്നിട്ടില്ല. 5 വർഷത്തിനു ശേഷം ഞാൻ പങ്കെടുക്കുന്ന റേസാണ് ഇത്. വെറും റേസ് അല്ല, ഈ നകുലന്റെ പ്രസ്റ്റീജാണ്. എന്ത് കാരണം കൊണ്ടാണെങ്കിലും എനിക്ക് റേസ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഞാൻ ജയിച്ചേ പറ്റൂ. പണം ഇനിയും ശർമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. എനിക്കാരെയും വിശ്വാസമില്ല. നിങ്ങളെ ആളുകളെ എന്റെ ഓഫീസിലേക്ക് അയച്ച് പണം കളക്ട് ചെയ്ത് ശർമ്മയെ ഏൽപ്പിച്ചേക്കൂ. ഷുവർ സർ. എന്നാ ചെല്ല്. സോറി വെയിറ്റ് ചെയ്യിപ്പിച്ചതിന്. താങ്ക്സ് ചേട്ടാ. ഇന്നടാ കാർഡിക്കയിൽ കാശുള്ളത് അവൻ എപ്പോഴും കണ്ടു കാണില്ലേ? നീ അവസാനം നിന്റെ കാർഡിക്ക് എപ്പോഴാണ് കണ്ടത്? സിറ്റിയിലെ കാർഡിക്ക് യൂസ് ചെയ്യുന്നവൻ വെറും 10% മാത്രമാണ്. ബാക്കിയുള്ള 90% ഒരാളായി കൂടെ അവൻ. ആ കാശ് ഇട്ടവരെ നമ്മളെ കണ്ട വെറുതെ വിടുവോ? അത് നിന്റെ കാശൊന്നുമല്ലല്ലോ. അതേടാ, അത് എന്റെ പണമൊന്നും അല്ല. റേസിൽ കുതിരയെ ഫിക്സ് ചെയ്ത് എല്ലാവരും മണ്ടന്മാരാക്കണമെന്ന് വിചാരിക്കുന്നവന്റെ പണം 27 ലക്ഷം രൂപയാടാ റേസിൽ ഞാൻ കളഞ്ഞത്. റേസിലോടുന്ന കുതിരയെ കണക്കിടുന്ന അത്ര ഈസി അല്ല ദാസ്. ഏത് ബ്രീഡ് കുതിര, എന്താണ് ഹിസ്റ്ററി, ലാസ്റ്റ് ഡേയ്സിൽ അതിന്റെ റിസൾട്ട് എന്താണ്, ആരാ ഓണർ, ആരാ ട്രെയിനർ, ആരാ ജോക്കി എന്ന് ആരംഭിച്ച് കുതിരയുടെ ബിഹേവിയർ എങ്ങനെയുണ്ട്, റേസിലോടാൻ മൂഡുണ്ടോ, ജോക്കിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഷോൾഡർ എങ്ങനെയുണ്ട്, ഏത് ഗേറ്റിൽ ഓടുന്ന, ഏത് ട്രാക്കിൽ ഓടുന്ന, എങ്ങനെ റേസിൽ ഓടുന്ന എല്ലാ കുതിരയുടെ റെക്കോർഡ്സും എടുത്ത് അതിന്ന് ഒരു കുതിരയുടെ മേലെ നമ്മൾ പണം കെട്ടിയാൽ ജയിക്കുന്ന കുതിര ഇവര് ആദ്യം തന്നെ ഫിക്സ് ചെയ്തിട്ട് പോവാണ്. നവംബർ 26 നടക്കുന്ന റേസിൽ ഫിക്സിംഗ് കുതിര ബ്ലഡ് റെയിന്റെ മേലെ ഈ ഗിണ്ടിന്ന് വേളച്ചേരി വരുന്ന റോഡുണ്ടല്ലോ, എന്തൊരു ട്രാഫിക്കാ. ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ട്രാഫിക്കിൽ കൊടുക്കും. അങ്ങനെ ട്രാഫിക്കിൽ കൊടുക്കണ്ടെങ്കിൽ നിങ്ങൾ ഈ പാട്ട് കേൾക്കൂ.
ചേട്ടാ ദേ അങ്ങോട്ട് നിർത്ത്. എടാ വിക്രം, അല്ല ഇന്നലെ കാണാന്ന് പറഞ്ഞല്ലേ, ആളെ കണ്ടില്ലല്ലോ. അത് ഒന്നുമില്ലടാ, രാവിലെ തൊട്ട് ഒരുപാട് ജോലി. ഞാൻ തന്നെ നിന്നെ ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചതാ. ഓട്ടോ വെയിറ്റിംഗിലാണെന്ന് തോന്നുന്നു. ഇല്ല, ടെൻഷനിൽ ഇവനൊരുത്തൻ. ഡാ എന്നെ പറഞ്ഞു വിടാനുള്ള തിരക്കാണെന്ന് തോന്നുന്നു. ഹേ, അങ്ങനെയൊന്നുമില്ലടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മച്ചാനെ, ഒരു പ്രശ്നവുമില്ല. എടാ കോളേജ് മുതൽക്ക് ഞാൻ നിന്നെ കാണുന്നല്ലേ, എന്താ പ്രശ്നം പറ. അല്ലടാ, കുറച്ച് കാശ്. ഒന്നുമില്ല ബോസ്, ഒരു ലവ് മാറ്റർ, അത്രേ ഉള്ളൂ. ആരാടാ? അതെന്തായാലും കലക്കേടാ, ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണം കേട്ടല്ലോ. ഓക്കേടാ, ബൈ. പേര് വിക്രം. 5 lakhs ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ബാലൻസ് ഇതുവരെ കെട്ടിയിട്ടില്ല. എന്തു പറ്റി? 7 മാസമായി ഫോളോ ചെയ്തോണ്ടിരിക്കുക സാറേ. പക്ഷെ അയാൾ ഒരിക്കലും ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല. നമ്പർ തരൂ. 9644566732. അളിയ, ഇതൊന്നും വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിടാ, ഞാൻ പോയിട്ട് വരാം. കാർ നോക്കിക്കോളണേ. സാർ, ഞാൻ എന്റെ ജോലി തിരക്കില്ല, ഞാൻ തിരിച്ചു വിളിക്കാം സാർ. ഹലോ, മിനി, എന്താ ആള് നല്ല ചൂടിലാന്ന് തോന്നുന്നു. ഒന്ന് വിളിച്ചൂടെ? ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു, ഇപ്പൊ അതുപോലും ഇല്ല. എനിക്ക് കാണണം. ഹായ്. എന്താ, എന്തെങ്കിലും നേർച്ചയാണോ ഇങ്ങനെ പൊളക്കുന്ന വെയിലിൽ കുത്തിയിരിക്കാൻ? പുറകെ നടന്നുകൊണ്ടിരുന്ന ആളാ, പെട്ടെന്ന് എല്ലാം നിന്നുപോയി. എന്താ പ്രശ്നം? ഒന്നുമില്ല മിനി, അത് ചെറിയ ഫിനാൻസിന്റെ പ്രശ്നം. എന്തേ, പെണ്ണ് കാണാൻ പോകുമ്പോ ഒരുപാട് ചെലവാവൂന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? പിശുക്കൻ. നിനക്കൊക്കെ പെൺകുഞ്ഞേ ഉണ്ടാവും. ആണോ? ആരെ നോക്കുന്നു? ഒന്നുമില്ല. ഹലോ, ആ പറയടി. എവിടെയാടി? ഞാൻ വീട്ടിലാ. നീ എപ്പോഴാ പോയത്? ഞാൻ അപ്പോഴേ ഓഫീസ് ക്യാബിൽ പോകുന്നല്ലോ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞ? ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞല്ലേ? നീ മറന്നോ? ഞാൻ ഡിന്നർ കഴിക്കാൻ പുറത്തു പോവാ, നിങ്ങളും വരുന്നുണ്ടോ? വരാം, ഒരു 2 minutes. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ആ ഓക്കെ. നീ കഴിക്കുന്നില്ലേ? ഞാൻ എപ്പോ വേണമെങ്കിൽ കഴിച്ചോളാം, പക്ഷെ നീ കഴിക്കുന്ന ഭംഗി അതെനിക്ക് മിസ് ചെയ്യണ്ട. എവിടെയാണുള്ള? ജാമു? ഇല്ല, വേണ്ട. ശരി, ഞാൻ തിരിച്ചു വിളിക്കാൻ വെക്കേ. ആരാ? അല്ല, ജസ്റ്റ് ഫ്രണ്ടാ. എന്തുപറ്റി? ബാങ്കിൽ നിന്നാണ് കോള്. എപ്പോ നോക്കിയാലും കാർ ലോൺ വേണോ ബൈക്ക് ലോൺ വേണോ എന്ന് ചോദിച്ചോണ്ട് വിളിച്ചോണ്ടേയിരിക്കും. എനിക്ക് കടം വാങ്ങിക്കാൻ ഇഷ്ടമല്ല മിനി. ഇൻബ, ഞാൻ നിന്നോടൊന്ന് ചോദിച്ചോട്ടെ? 2-3 പ്രാവശ്യം പൂട്ടിയിട്ട് വീടിന്റെ മതിൽ ചാടിക്കിടക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എന്താ പ്രശ്നമെന്ന് എന്നോട് പറഞ്ഞോടെ? ഇതെന്റെ വീടാ. അച്ഛന്റെ അമ്മയോടൊപ്പം ഞാൻ താമസിച്ച വീട്.
പക്ഷേ ഇതിപ്പോ ഞങ്ങളുടെ അല്ല. ഇതാ ഞങ്ങളുടെ ഗാർഡൻ. ഈ ലോകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാന്ന് ചോദിച്ചാ ഞാൻ ഇതാന്നേ പറയൂ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അന്നൊക്കെ ചെന്നൈ സിറ്റിയിൽ ബട്ടർഫ്ലൈസ് ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഈ ഗാർഡനില് ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഞാനും എന്റെ ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ച് കളിച്ചിരുന്നത്. ഞാനെന്തിനു മതില് ചാടിയെന്ന് ചോദിച്ചില്ലേ? എന്റെ ഈ വീട് ഇപ്പൊ ബാങ്കിന്റെ കസ്റ്റഡിയില. അച്ഛൻ പണയം വെച്ചതാ. 45 lakhs ഉണ്ടെങ്കിൽ എന്റെ വീട് എനിക്ക് കിട്ടും. പക്ഷേ ഈ വീട് നവംബർ 26 ലേലം വിളിക്കാൻ പോവാ. എന്റെ മുഴുവൻ സന്തോഷവും ഈ വീട്ടിലാണുള്ളത്. അച്ഛനാ സംസാരിച്ചേ മതിയാവൂ. ആ പറയാച്ചാ. നീ എവിടെയാ? ദാ ഇപ്പോഴാ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയത്. അതെയോ മോളെ, ഞാൻ നാളെ രാവിലെ വരത്തുള്ളൂ. എനിക്ക് രാത്രി വരാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ പാലുണ്ട്, അത് കാച്ചി കുടിച്ചോളാം മോളെ, മറക്കല്ലേ? ഞാൻ കുടിച്ചോളാം. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത്. നോക്കിക്കോളാം അച്ഛാ. രാത്രി സൂക്ഷിക്കണേ. അച്ഛാ ഒന്ന് ഞാൻ മതിയാക്ക്. രാവിലെ എത്തും മോളെ. പിന്നെ ആ വാതില് നന്നായിട്ട് പൂട്ടണം കേട്ടോ. നിനക്ക് മനസ്സിലായോ? അച്ഛാ ഞാൻ പൂട്ടിക്കോളാം. ശരി ബൈ. ബൈ. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. വീട്ടിലാരുമില്ലേ? ഇല്ല, ക്യാമ്പിലേക്ക് പോയിരിക്കുക. ഓക്കെ ബൈ. ബൈ. ബാക്ക് ഡോർ പൂട്ടിട്ടുണ്ടോന്ന് നോക്കിക്കോ. താങ്ക്സ്. പോവാണല്ലോ. പാല് കാച്ചി കുടിക്കാൻ മറക്കണ്ട കേട്ടോ. താങ്ക്സ്. വീട്ടില് വേറെ ആരുമില്ല, പിന്നെ നീ ഒറ്റയ്ക്കാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു കപ്പ് ചായ കിട്ടുമോ? കിട്ടില്ല. കോഫി വേണമെങ്കിൽ കിട്ടും. എലി കുടുങ്ങിയോ? എലി കുടുങ്ങിയ പിന്നെ ഒരു മിനിറ്റ് പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറ, ഞാൻ ഇവിടുന്ന് പോയേക്കാം. ആ എലി എപ്പോഴാ കുടുങ്ങാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ കുടുങ്ങി. ഇൻബ, നാളെ ഞാൻ വെക്കേറ്റ് ചെയ്തോളാം. പോകണ്ട, ഇവിടെ തന്നെ താമസിക്കുന്ന പറഞ്ഞൂടെ? ഇൻബ, നാളെ എനിക്ക് ഓഫീസിൽ നിന്ന് ലീവ് കിട്ടില്ല. ഞാനിപ്പോ തന്നെ വെക്കേറ്റ് ചെയ്തോളാം. അത് നിങ്ങളുടെ ഇഷ്ടം. Come in. ഇരിക്ക്, ഞാൻ ഓക്കെ. ഇവള് ഉദ്ദേശിച്ച പോലെയല്ല. ഇത് ഉയരല്ലേ? സൂപ്പർ സോങ് ആണ്. ഷാറൂഖിനും പ്രീതിക്കും നല്ല കെമിസ്ട്രി ആയിരുന്നു. ആ സോങ് പോലും കേൾക്കാൻ നല്ല ഫീലിംഗ് ആയിരിക്കും. കൊള്ളാലോ.
പഴയതൊക്കെ നല്ല അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. എനിക്ക് ഷാറുഖ് എന്ന് പറഞ്ഞ ജീവനാ. ഇവിടെ ആള് കൊള്ളാലോ. അവൻ സംസാരിച്ച് അടുക്കള വരെ എത്തിയല്ലോ. ഏയ്, നീ എന്താ ആലോചിച്ച? തെറ്റായിട്ട് എന്തോ ആലോചിച്ച? ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ നീ എന്താ ആലോചിച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെ എന്നെ കണ്ടിട്ട് അങ്ങനെ ആലോചിക്കാൻ തോന്നിയത് നിനക്ക്? ഒരു പെണ്ണിന്റെ കൂടെ ഒരു പയ്യൻ വീട്ടിൽ തനിച്ചാണെങ്കിൽ നീ വിചാരിക്കുന്ന പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയില്ല. വലിയ വീമ്പിളക്കിയതാണല്ലോ. ഞാൻ അങ്ങനെയൊന്നും അല്ലാന്ന്. അപ്പൊ ഇതെന്താ? എന്താ ആലോചിക്കുന്നത്? ലൈറ്റ് കണ്ടുപിടിച്ച എഡിസനോട് ദേഷ്യം വരുന്നു. ഇപ്പൊ പോകുന്നതായിരിക്കും അതിന്റെ ശരി. എനിക്കും അതന്നെയാ തോന്നുന്നത്. ബൈ. 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 എന്നാ പിന്നെ ഞാൻ പോവാ. ഓക്കെ. വളരെ നന്ദിയുണ്ട്. എന്തിന്? ഇത്രയും ദിവസം ഇവിടെ താമസിക്കാൻ അനുവദിച്ചേന്. ഒരു മിനിറ്റ്. വെറും എലിയെ പിടിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. എന്റെ ഫ്രണ്ടിന്റെ ചേട്ടനാ നിങ്ങൾ. എന്നെ തെറ്റിദ്ധരിച്ചിട്ട് പോകരുത്. ഇപ്പോ എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എൻ്റെ ജീവിതത്തിലെ ഇതുപോലുള്ള ചില ദിവസങ്ങൾ ഒരു എലി കാരണം കിട്ടിയെന്ന് ആലോചിക്കുമ്പോൾ ഞാനെന്തിനാ പോകുന്നേ? അവളെ എനിക്കിഷ്ടമാണ്, സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? ഇനിയിപ്പോൾ അവള് തന്നെ പോന്ന് പറഞ്ഞാൽ പോലും ഞാൻ വരാൻ പാടില്ലായിരുന്നു. ശ്രീധർ, എനിക്കറിയാം ഇൻബ, എങ്ങനെയാണോ എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത് അതുപോലെ നിനക്കുണ്ടാവുന്ന അറിയായിരുന്നു ഇൻബ. ഇതുവരേക്കും ഫ്രണ്ട്സ്, ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് പേരെ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല. പെട്ടെന്ന് ഈ വീട് വിട്ട് പോകണമെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ പോലെയുണ്ട് ഇൻബ. ഇങ്ങനെ ഓപ്പണായിട്ട് ഞാൻ ഇതുവരെ ആരോടും സംസാരിച്ചിട്ടില്ല. ഇത്ര വേഗത്തിൽ ഞാൻ ഒരു കാര്യവും ഡിസൈഡ് ചെയ്തിട്ടുമില്ല. ഞാൻ നേരിട്ട് പറയാ, എനിക്ക് നിന്നെ. ഹലോ, നിങ്ങളുടെ ചാർജർ. ഞാൻ നാണിക്കാതെ ചോദിക്കുക, കുറച്ച് ദിവസം കൂടി ഞാൻ നിങ്ങളുടെ റൂംമേറ്റായി ഇരുന്നോട്ടെ? നാളെ ആ ആന്റി വീട്ടിലുണ്ടാവില്ല. രാഘവൻ അങ്കിളിന്റെ അടുത്ത് കീ കൊടുത്തിട്ട് പോയേക്ക്.
വെള്ളയിൽ മഞ്ഞായി പെയ്തു നീ മധുരത്തിൻ മനസ്സുള്ള ദേവനെ നിനക്കാണൻ സ്പന്ദനം ചുണ്ടിലെ ചുടുചമ്പനം അതിലൊഴുകിയ സുഖമൊരു ശ്രുതിയോട് ചേർത്തിടാം മഴപ്രാവ് പോൽ പറന്നൊന്നു വാ മുടിയിഴ തൂവലും കാൽത്തട താളവും എനിക്കല്ലയോ എനിക്കല്ലയോ സർ, നിങ്ങളുടെ പിള്ളേർ എങ്ങോട്ടും പോയിട്ടില്ല. ഗിണ്ടി പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പണത്തിന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചു. അറസ്റ്റ് ചെയ്യുമ്പോൾ ബാഗൊന്നും ഉണ്ടായിരുന്നില്ല അത്ര. അന്വേഷിച്ചപ്പോ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് റെസ്റ്റോറന്റിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിന്റെ ഡിക്കിയിൽ കാശ് വെച്ചു എന്നാ പറഞ്ഞത്. 10 മിനിറ്റിനുള്ളിൽ അവരെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം സാർ. ഓക്കെ. പണം വേണമെങ്കിൽ ചോദിച്ച പോലെയായിരുന്നടാ നന്ദിയില്ലാത്തവനെ. നിന്നെ വിശ്വസിച്ചില്ലേ? കാശ് ഞാൻ എടുത്തിട്ടില്ല സാറേ. അത് ഞാൻ ഒരു കാറിന്റെ ഡിക്കിക്ക് എടുത്തിട്ട് സാറേ. വണ്ടി നമ്പർ 45AP116 ട്രിച്ച് രജിസ്ട്രേഷനാണ്. അവൻ ഈ ചെന്നൈ തന്നെ ഉണ്ട്. നിനക്ക് എങ്ങനെയാ അറിയാ? അവനൊരു ഫോൺ കോൾ വന്നിരുന്നു. 2 മിനിറ്റിൽ കീഴെടുത്ത് വീട്ടിലേക്ക് വരാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ റെസ്റ്റോറന്റ് അടുത്ത് തന്നെ ആയിരിക്കണം അവന്റെ വീട്. സാറേ, എങ്ങനെയെങ്കിലും 2 ദിവസം കൊണ്ട് ഞങ്ങൾ ആ പണം എത്തിച്ചേക്കാം സാറേ. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണം? വിശ്വസിക്കും സാറേ. വിശ്വസിക്കാം. പണം എന്റെ കയ്യിൽ കിട്ടിയതിനു ശേഷം മണി ഇവരെ ശ്രദ്ധിച്ചു. എടാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. തൃച്ചി രജിസ്ട്രേഷൻ RTOയോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. കാശടിച്ചു മാറ്റിയത് നിങ്ങളാന്ന് വിചാരിക്കുമ്പോ എന്താ ചേട്ടാ? വിശ്വസിക്കേട്ടാ. നമുക്ക് നോക്കാം. ഹലോ, വിക്രം, ഏജന്റ് ശങ്കര സംസാരിക്കുന്നേ. നിങ്ങളുടെ പ്രൊഫൈൽ നാളെ സിവിലിൽ ചെല്ലും. സിവിൽ എന്താണെന്നറിയാമോ? ഇനി മനസ്സിലാക്കി തരണോ? ഒരു ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലോൺ വാങ്ങാൻ പറ്റില്ല. വിക്രം, ഈ ജനറേഷനിൽ ബാങ്കിന്റെ ഹെൽപ്പില്ലാതെ എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾ പറയുന്നേ? ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ പറയട്ടെ, നാളെ വൈകുന്നേരത്തിനുള്ളിൽ കാശ് മുഴുവൻ അടയ്ക്കണം. പ്ലീസ്, ഒരു മിനിറ്റ്. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇവളകത്തേക്ക് വിടരുതെന്ന്? സാറ് വരാൻ പറഞ്ഞെന്ന് ഈ കുട്ടി പറയുന്നത്. പ്ലീസ്, ഒച്ച വെക്കരുത്. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ പവർ ഉപയോഗിച്ച് തന്നെ ഞാൻ ഒരുപാട് സഹായിച്ചു കഴിഞ്ഞു. ഇനിയും നിന്നെ സഹായിക്കാൻ നിന്നാലേ എന്റെ ജോലി പോവും. ഒന്ന് മനസ്സിലാക്ക്. അല്ലെ അവസാനമായിട്ട് ഒരു ഓപ്ഷൻ തരാം. 8 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് അടയ്ക്ക്. ലേലം ഞാൻ സ്റ്റോപ്പ് ചെയ്തോളാം. $10 ലക്ഷം രൂപ കമ്പനി അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുണ്ട്. കാശ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. അപ്പൊ കാശ് അവിടെ പോയി. സാർ, വിക്രം എവിടെ? അവൻ വന്ന ഉടൻ എന്നെ വന്ന് കാണാൻ പറയണം. പെരുമാളിന് 10 ലക്ഷം രൂപ കൊടുക്കാതെ നീ ആ കാശ് എന്ത് ചെയ്തു? അല്ല സാർ, അത് ദേ, നീ ബുദ്ധിമാനാണെന്ന് എനിക്കറിയാം. നിനക്ക് 2 ദിവസം സമയം തരാം. മര്യാദയ്ക്ക് കാശ് എന്നിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക്. അല്ലെങ്കിൽ നീ അകത്ത് കിടക്കും. പറഞ്ഞേക്കാം.
ആ പറയാ. എടാ, നമ്മുടെ കാര്യം അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. നിന്നെ കാണണോ എത്ര? എപ്പോഴാ വരുന്നത്? ഏയ്, ഇപ്പൊ എന്താ ധൃതി? എന്താ ധൃതിയൊന്നോ? ഉണ്ടക്കണ്ണൻ, കഷണ്ടി തലേൻ, ഇതാണ് നിന്റെ ചെക്കെന്നാ പറയുന്നത്. കല്യാണം കഴിക്കണോ അതോ നീ വരുന്നോ? ശരി, വരാം. എപ്പോ വരണം? ആഫ്റ്റർനൂൺ 12:30. ഓക്കെ, ബൈ. വെയിറ്റ് ചെയ്യാം. സാറേ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലല്ലേ വർക്ക് ചെയ്യുന്നേ? അതെ. ഓഫീസിൽ ചോദിച്ചൊരു 8 ലക്ഷം രൂപ ലോൺ വാങ്ങിച്ചു തരുമോ? എന്ത്? വന്ന് 20 ദിവസത്തിനുള്ളിൽ 8 ലക്ഷം രൂപ ലോണോ? അത്യാവശ്യമായിട്ട് ഒരാൾക്ക് 8 ലക്ഷം രൂപ വേണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഒന്നെങ്കിൽ കൊള്ളയടിക്കണം, ഇല്ലെങ്കിലോ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതങ്ങ് വിൽക്കണം. ദാറ്റ്സ് ഇറ്റ്. അച്ഛാ, നീ പറഞ്ഞ വ്യക്തി ഈ ആളാണോ? അതെ അച്ഛാ, ഇതാണ് വിക്രം. ഹലോ സർ. ഇരിക്കാൻ പറ, ഞാൻ അപ്പ വരാം. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നത്? ഒരു പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അക്കൗണ്ട് സെക്ഷനിലാണുള്ള. ബാങ്ക് ബാലൻസ് എത്രയുണ്ട്? എന്തേ, സേവിങ്സ് ഉണ്ടെങ്കിലേ പെണ്ണ് തരുള്ളൂ. ബാങ്കിൽ സേവിങ്സ് ഇല്ലെങ്കിലും സാരമില്ല, പക്ഷേ കടം ഉണ്ടാവാൻ പാടില്ലല്ലോ. SBIയിൽ 3 ലക്ഷം, ICICIയിൽ 5 ലക്ഷം, IOBയിൽ 3 ലക്ഷം. എല്ലാ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് മേടിച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട്. ജോസഫ്, ഗിൻഡി SBI മാനേജർ. എന്റെ ബ്രാഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ക്രെഡിറ്റ് കാർഡ് നൽകിയെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. എങ്ങനെയാ പെണ്ണ് തരാ? അച്ഛാ, നവംബർ 26-ാം തീയതിക്കുള്ളിൽ എല്ലാ ക്രെഡിറ്റ് കാർഡ് ബിൽസും ക്ലിയർ ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ അതേ 26-ാം തീയതി ഞാൻ നോക്കുന്ന ചെറുക്കനുമായിട്ട് നിന്റെ നിശ്ചയം നടത്തും. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. ഞാൻ അങ്ങനെ വിട്ടുകളെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്താ എന്താ ചെയ്ത്? എന്താ നിനക്ക് ഇത്രയും കടം? നവംബർ 26-നുള്ളിൽ എല്ലാ കടനും തീർത്തിട്ട് നിന്റെ അമ്മയും കൂട്ടി പെണ്ണ് കാണാവാ. അന്ന് സൈഡ് സ്റ്റാൻഡ് എടുക്കാതെ പോയതുകൊണ്ടാണ് നീ എന്നെ കാണാനിടയായത്. അതിനുള്ള ശിക്ഷ ഇപ്പൊ തന്നെ തരല്ലേ? സാറേ, MD-യോട് സംസാരിച്ചു. 5.5 ലാക്സ് ഫൈനൽ റേറ്റ് സാറേ. സാറിന് എന്തോ അർജൻസി ഉണ്ടെന്ന് കരുതി കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല സാറേ. ഇനിയുള്ളത് സാറിന്റെ ചോയ്സാണ്. സാറേ, കീ. സാറേ, അവസാനമായിട്ടൊരു റൈഡ് പോയിട്ട് വന്നോട്ടെ. എന്തിനാ സാർ എങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പോയിട്ട് വാ സാറേ. ചേട്ടാ, ഈ വണ്ടി തന്നെയാ. കാശ് എവിടെയാടാ? കാശോ? ഏത് കാശ്? എടാ കള്ള നായിന്റെ മോനെ, മര്യാദക്ക് പറയടാ. രാജു വാടാ. എന്താണ് സംഭവിക്കുന്നത്? വണ്ടി എടുക്ക്. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യ്. നേരെ പോ. നിനക്കൊന്നും പറ്റില്ലല്ലോ? ഇല്ലട മച്ചു. എന്താണ് പ്രശ്നം? ആരാ അവര്? എന്താ ചോദിച്ചത്? എനിക്കറിയില്ലടാ, പെട്ടെന്ന് വന്ന് ബ്ലോക്ക് ചെയ്തു. ഓ ശരി, പോയി ഷർട്ട് മാറ്റിക്കോ. പുറത്തെങ്ങോട്ടും പോകണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യും.
കാശ് എവിടെയാടാ? ആ നീ എവിടെ? ശരി, നീ അവിടെ തന്നെ ഇരിക്കേ, ഞാനൊരു 10 മിനിറ്റിൽ വന്നേക്കാം. ഇല്ലില്ല, പക്ഷെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യേണ്ട കാര്യാ. ഞാൻ വന്നേക്കാം. വാ. എന്താ ഇത്ര തിരക്ക്? എന്നെ അന്വേഷിച്ച് ഇവിടം വരെ വരാനായിട്ട്? അടുത്ത കാർത്തികയ്ക്ക് ഈ വീട് ഇവിടെ ഉണ്ടാവൂന്നറിയില്ല. ചിലപ്പോ ഇവിടെ വലിയ ഫ്ലാറ്റ്സ് ഉണ്ടായേക്കാം. അതുകൊണ്ടാ അവസാനമായിട്ട് വിളക്ക് കത്തിക്കാൻ വന്നേ. ദേ നോക്ക്, എന്താ എവിടുന്ന് എങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. പക്ഷെ സന്തോഷമുള്ള കാര്യ, ഈ വീട് നാളെ ലേലത്തിൽ പോവില്ല. പണ്ട് ചാടിയതുപോലെ ഇനി മതിൽ ചാടി കിടക്കൊന്നും വേണ്ട, മുഴുവൻ കാശും അടച്ചേക്കാം. എങ്ങനെ? അതാ ഞാൻ പറഞ്ഞില്ലേ, എന്താ എവിടുന്ന് എങ്ങനെയെന്ന് ചോദിക്കരുതെന്ന്. വാ പോവാം. എങ്ങനെ 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 ഒന്ന് പറയോ? സത്യമായിട്ടാണ് പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞ? ഇതിനെക്കുറിച്ച് ചോദിക്കരുതെന്ന് പറഞ്ഞല്ലേ? ആരാ ഇവര്? പുറത്തേക്ക് ഇറങ്ങി വേടാ. നീ അകത്ത് തന്നെ ഇരുന്നോ? നീ ആരാണെന്ന് പോലും എനിക്കറിയില്ല. നിനക്കും എനിക്ക് തമ്മിൽ എന്താ പ്രശ്നം? മര്യാദയ്ക്ക് കാശ് തരുന്നത് നല്ലത്. ഇതിന്റെ പുറകിലെ ഒരുപാട് പേരുണ്ട്. ഏത് കാശാ? ഇത് നിന്റെ ആളാണോ അതോ സെറ്റപ്പോ? കാശ് വേണോ പെണ്ണ് വേണോ എന്ന് ഇനി നീ തീരുമാനിക്കേ. എടാ, നിന്റെ കാശ് ഡിക്കിയിലുണ്ട്, വേണമെങ്കിൽ വന്ന് എടുത്തോളൂ. ഡാ, 50 ലക്ഷം രൂപയുണ്ട്. എടാ വിക്കി, നാളത്തെ റേസിൽ ഈ 50 ലക്ഷവും ഫിക്സിംഗ് കുതിര ബ്ലഡ് റൈൻ്റെ മേളിൽ കെട്ടുന്നു, പ്രശ്നങ്ങളും തീർക്കുന്നു. ശർമ്മ വെറും 50 ലക്ഷം രൂപയ്ക്ക് അവന്റെ കുതിരയെ വിട്ടുകൊടുത്തെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല.
ഇതേ കുതിരയെ ഇന്റർനാഷണൽ റേസിന് കൊടുത്താൽ 4 കോടി രൂപയിലധികം കിട്ടുമെന്ന് അവന് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ 1 മിനിറ്റ്. പറയൂ. നിങ്ങൾ റെസ്റ്റോറന്റിൽ കാശ് കൊടുക്കാൻ പോകുന്ന കാര്യം ക്രൈംബ്രാഞ്ചിന് ഇൻഫോം ചെയ്തത് നമ്മുടെ ശർമ്മയാണ് സാറേ. സാറ് വിഷമിക്കണ്ട. താങ്ക് യു. ശർമ്മയെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഈ റേസിൽ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും. ഇതുവരെ അവന്റെ കുതിരയെക്കാളും ബെറ്ററായ കുതിരയെ റേസിൽ പങ്കെടുക്കാൻ അവൻ അനുവദിച്ചിട്ടില്ല. നീ ഇതെവിടെ പോയതാ? സമയായി. പറയാം. Victoria, Western Lady, Winterman, Samindar, Gold Scout. Then there is Mr. Grey along with Queen Maya and Blood Rain. And the one, the outside eye in this race is Just the Moment, who's running for the first time in its career. Also parading in the paddock now for the big race of the afternoon. And that is number 8, Queen Maya, one of the big favorites in this race. Trainer and owner of Queen Maya, Mr. Sharma there. And here comes Mr. Nagulan, owner of Blood Rain, horse number 11. Horse number 11 is also looking absolutely majestic. Mr. Nagulan, we are seeing him for the first time after 5 years. He had given a 5 years break from racing and is back to racing after 5 years. Just a Moment is the next one, the dark one in this race. Just a Moment, we don't know what his capacity is, running for the first time in his career. Has been tracked very well. The jockeys are ready to take the leg up on their horses, and then shortly the horses will be leaving out the paddock, starting it. And runners to line up on his race, and it will bring the trophy here on the screen there on the Sydney Grand Prix. We'll have to wait for a couple of minutes more to see who's going to walk away with this big trophy of the Sydney Grand Prix. Is it going to be Queen Maya, or is it going to be Blood Rain, or Victoria, or the first timer, Just a Moment, or any other of the remaining 8 runners? നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. സോൾവ് ചെയ്യാൻ പറ്റില്ല. ഫോൺ വെച്ചേക്ക്. നീ എന്റെ കുതിരയെ തന്നെയാണ് വെടിവെച്ചത്, പക്ഷെ ബ്ലഡ് റെയിൻ അല്ല. നീ ഏത് ടൈപ്പാണെന്ന് ചോദിച്ചില്ലേ? ഞാൻ പറയാം. നാഗാലാൻഡിൽ ഒരു ഫെസ്റ്റിവൽ നടക്കും. ഒരു ആടിനെ അറുത്ത് വലിയ വുഡൻ ബോക്സിൽ അടയ്ക്കും. അതിലൊരു ഓട്ടയിടും 2 മാസത്തിലൊരിക്കൽ. 6 മാസം കഴിഞ്ഞ് ആ വുഡൻ ബോക്സ് ഓപ്പൺ ചെയ്താൽ ആ ആടിനെ തിന്ന് ആ ജയൻ സൈസിൽ ഒരു വലിയ പുഴു ഉണ്ടാകും. ആ പുഴുവാണ് നീ. ഒന്ന് ചെയ്. റേസിൽ നിന്റെ കുതിര ജയിക്കണമെന്ന് പ്രാർത്ഥിച്ചു, എങ്കിൽ ജീവനോടെങ്കിലും ഉണ്ടാവും. 45 lakhs.
track. There's a lot of excitement coming up in the grandstand. Everyone is on the edge of their seat. New champion in the making. Fix and But confirm why അല്ലേ? not? The winner of this Chennai Grand Prix will be going to Mumbai for the World Championship കൺഫേം ആണ്. trophy. എന്തിനാ ചോദിക്കുന്നത്? നീ ചോദിച്ചില്ലേ പയ്യനെ വിട്ടിട്ട് പെണ്ണെന്തിനെ പൊക്കിയെന്ന്? ഇതാ വരുന്ന കണ്ടില്ലേ? എടാ പോയി ബാഗ് വാങ്ങിയിട്ട് വാ. The operations have started. The horses are running. And they are racing now for the Chennai Grand Prix. All the 12 runners off to a lovely even break. And it is now. ചേട്ടാ ബാഗിന് ബുക്കാണ്, കാശൊന്നും കാണുന്നില്ല. എടാ എന്താ കളിപ്പിക്കാൻ നോക്ക? Spread out across the turf here, and the Chennai race goes, and it's still blood rain in front. Vaibhav Sule from Victoria. There's the Queen Maya who's dropped out to be third. Just a moment, it's beginning to get up on the outside and coming up great guns. And it's blood rain now being carried by just a moment. Blood rain in 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 just a moment. But just a moment, so I bounce across blood rain. Just a moment in blood rain. Just a moment, wins the Chennai Grand Prix, taking
Australia. This is second day of Bloodbrain and the favorite Queen Maya finished the same floor. A great confidence of the runners, but the new champion in the making. Just a moment, owned by Michael Raj, winner of the Chennai Grand Prix. ഇത് മൊത്തം കുളമായല്ലോ. എടാ നമ്മൾ തോറ്റു. എടാ എന്താ എല്ലാം തീർന്നു. എടാ 45 ലക്ഷം പോയോ? ഈ റേസില് ഞാൻ മാത്രമല്ല റിസ്ക് എടുത്തത്, ശ്രീധരൻ കൂടിയാണ്. കാറിന്റെ ഡിക്കിയിലുള്ള പണം കണ്ട ഉടനെ ശ്രീധരനെ പോയി മീറ്റ് ചെയ്തു. നോക്ക് ശ്രീധർ, നിന്നെയും കാറിനെ അവർക്ക് നല്ലപോലെ അറിയാം. നിന്നെ തേടി തീർച്ചയായിട്ടും അവർ ഈ ഫ്ലാറ്റിലേക്ക് വരും. ആ പണം നിന്റെ കയ്യിലുള്ളത് വരയ്ക്കും നിനക്ക് റിസ്ക് ആണ്. 16 hours നീ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയുടെ പ്രശ്നം തീരും, എന്റെ പ്രശ്നം സോൾവ് ആകും. എന്നെ വിശ്വസിച്ച് പണം തന്നിട്ട് റിസ്ക് എടുക്കാൻ അവൻ റെഡിയായി. പണം എൻ്റെ കയ്യിൽ കിട്ടിയ ഉടനെ ഞാൻ ശർമ്മയുടെ ബാറിലേക്ക് പോയി. ശർമ്മയ്ക്ക് അവൻ്റെ കുതിര ക്വീൻ മായയുടെ മേലെ വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ഫിക്സിങ്ങിനെ സമ്മതിച്ചെന്ന് എനിക്കൊരു ഡൗട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ബാറിൽ നിന്ന് പോവാന്ന് ഞാൻ തീരുമാനിച്ച് പുറപ്പെടാമെന്ന് നോക്കുമ്പോൾ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നു? റെസ്റ്റോറന്റിൽ വെച്ച് പണം കൈമാറുമ്പോൾ നിന്നോടാര ക്രൈമിൽ അറിയിക്കാൻ പറഞ്ഞ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മോശമായത് ദ്രോഹം. ജയിക്കുന്നതിനെ വിട്ടുതരാൻ പറഞ്ഞത് എന്റെ കുതിര തോൽക്കുമെന്ന ഭയത്തിലല്ല, തോൽക്കുന്ന ഓപ്ഷനെ ഉണ്ടാകാതിരിക്കാനാണ്. നാളെ നടക്കാൻ പോകുന്ന റേസിൽ കുതിരകളെ ലൈവായിട്ട് വിടാം. നീ ഇതെല്ലാം ചെയ്തത് ജയിക്കാനല്ലേ? ജയിച്ചോ? എടാ, ഒരു പക്ഷെ നിന്റെ കുതിര തോറ്റ റേസിൽ കാണാം. ഞാൻ വിചാരിച്ച പോലെ തന്നെ നകുലനും ശർമ്മയ്ക്കും പ്രശ്നമുണ്ടായിരുന്നു. ഫിക്സിംഗ് ഇല്ലാതെ ലൈവ് റേസിൽ കളിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയത് എനിക്ക് വളരെ ചാലഞ്ചിങ് ആയിരുന്നു. വിന്നിംഗ് ഹോർസ് ചൂസ് ചെയ്യാൻ എൻ്റെ കാൽക്കുലേഷൻസ് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഈ റേസിൽ ഫസ്റ്റ് ടൈം ഓടുന്ന കുതിര ജസ്റ്റ് എ മോമെന്റ് കൂടി. അവസാനമായി അപ്ഡേറ്റ് ചെയ്ത ട്രാക്ക് റിപ്പോർട്ട്, കേറ്റ് പ്രാക്ടീസ്, ഓണർ ഓഫ് ദ ഹോഴ്സ് വളരെ ഇംപ്രസീവ് ആയിരുന്നു. അതുമാത്രമല്ല, അകത്തൊരു ശബ്ദം കേട്ടു, ജസ്റ്റ് ദ മോമെന്റ് ആണ് വിന്നിംഗ് ഹോഴ്സ് എന്ന്. 45 lakhs ജസ്റ്റ് ദ മോമെന്റ് മേലെ ബെറ്റ് ചെയ്തു. എൻ്റെ കാൽക്കുലേഷൻസ് ആൻഡ് ലക്ക് ഫേവർഡ് മീ. ഗാംബ്ലേഴ്സ് എപ്പോഴും ലൂസേഴ്സ് അല്ല. എന്താടാ ചിരിക്കുന്നേ? എടാ, നിനക്ക് വല്ല ഭ്രാന്തം പിടിച്ചോ? പറ. മച്ചാനെ, ജാക്ക്പോട്ട് അടിച്ചടാ! ഞാൻ ബെറ്റ് വെച്ച ഹോർസാണ് ജയിച്ചത്. എന്റെ കുതിര വിൻ ചെയ്തടാ. മച്ചാനെ, എന്താടാ പേടിച്ചോ? എന്റെ കണക്ക് മിസ്സായില്ലടാ മച്ചാനെ. നമ്മള് ജയിച്ചടാ മച്ചാനെ. ഇപ്പൊ നമ്മുടെ കയ്യിൽ 2 കോടിയാണ്.